സി.എം. വിജയൻ്റെ മകൻ ജെയ്സൺ സഞ്ജയിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ജെയ്സൺ സഞ്ജയ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് വളരെ ഫണ്ണായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. அப்புறம் கொண்டதுக்கு அப்புறம் தான் விட்டாங்க. என் வீட்டுல இருந்து எப்ப வந்துட்டு இருந்துச்சோ அப்பதான் விட்டாங்க. அது எதுக்காக கேளு. நீங்க தான் அப்பா கிட்ட தான் நீங்க கேக்குறீங்க. இது நான் மறந்துட்டேன்டா. நான் ஏப்ரல் மாசம் அப்பாவோட ஷூட்டிங் பண்ணிட்டு இருக்கேன். அப்ப வந்து சொல்ல ஞாபகம் இருக்கா, நான் தான் கார்ல கூட்டிட்டு போனேன்னு. அவரே ஞாபகப்படுத்துறேன். ஆக்சுவலி என்னன்னா அப்பா பார்க்கணும், யாரு தளபதியை பார்க்கணும், பெரிய ஃபேன்ல. அப்போ வந்து கார்லயே தான் இருப்பாரு சார். அப்ப பார்க்க முடியாது அண்ணாவை. அப்போ பையன் ஸ்கூல்ல இருந்து ஒன்ன மாதிரி இருக்கும்போது வருவாப்புல. வரப்போ இவரை தூக்கி போய் செக்யூரிட்டி தான் போய் உட்கார வைப்பாரு. ஸோ செக்யூரிட்டி உட்கார வச்சா அந்த கேப்ல பார்த்துடலாம், டின்ட்டு ஒட்டி இருக்கும், பார்க்க முடியாது. ஸோ அப்ப என்ன பண்ண, செக்யூரிட்டி தள்ளிட்டு நான் தம்பியை தூக்கி தோல்ல போட்டுட்டு ஓடுவேன். அப்ப அவர் அப்படியே பிடிச்சி விடுங்க விடுங்கன்னு கத்துவாரு, பேக் எல்லாம் பிடிச்சி எறிவாரு. தூக்கி போட்டு கார்ல உட்கார. எனக்கு தெரியாது, யாரோ வந்து தூக்கிட்டு போட எனக்கு பயம் வருமா இல்ல, நீயே சொல்லு, பயம் வருமா? 6th படிச்சீங்க. அப்பனா 6th 10 வயசு. ஆமா, அப்பதான் இதே ஏஜ் தான். ஆமா, அப்ப அப்படியே டோர் ஓபன் பண்ணி உட்கார வச்சுட்டு, உன்னை யாராவது இந்த மாதிரி தூக்கிட்டு போனா நீங்க அழுவீங்களா இல்ல கத்துவீங்களா இல்ல? அத அப்பா கிட்ட சொல்லு. அது என்னது, கிட்னாப்பிங். சோ இப்போ வந்து எனக்கு வந்து தம்பி படத்துல நடிக்கிறதுக்கு இன்னொரு வாய்ப்பு கிடைச்சிருக்கு இல்ல, என்ன நினைக்கிற? தேங்க்ஸ் சொல்லு. எனக்கு என்ன தேங்க்ஸ் இல்ல, நம்ம ஸ்ட்ரகிள் இருக்குல்ல. தேங்க்யூ. நான் அப்பா நிறைய தீவிரம் பாத்துருக்கேன். ஓகேமா, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. വിജയ് സി.എം. ആയതിനു ശേഷം മകനായ ജെയ്സൺ സഞ്ജയ് സ്വന്തം അച്ഛന് ആശംസകൾ പോലും അറിയിച്ചില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒന്നുമില്ലെങ്കിലും സ്വന്തം അച്ഛനെ നേരിട്ട് കണ്ട് ഒരാശംസയെങ്കിലും പറയാമായിരുന്നു എന്ന് പലരും വിമർശിച്ച് സംസാരിച്ചിരുന്നു. ഈ അവസ്ഥയിൽ ആദ്യമായി ജെയ്സൺ തൻ്റെ അച്ഛനൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളെ യൂട്യൂബിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട ആരാധകർ മുഴുവനും ജെയ്സണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നു. വിജയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സംഗീതയും ജെയ്സണും മകൾ സാക്ഷയും എത്രയും പെട്ടെന്ന് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഒന്നാവും എന്നതിൽ തർക്കമില്ലെന്നാണ് ആരാധകരുടെ അഭിപ്രായം. ജെയ്സൺ സഞ്ജയ് സ്കൂളിൽ പഠിക്കുമ്പോൾ വിജയായിരുന്നു ജെയ്സണെ ദിവസവും സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യുവാൻ വരുന്നത്. അദ്ദേഹം സ്കൂളിനുള്ളിൽ പോയാൽ ആൾക്കൂട്ടം അധികമാകും എന്ന് പറഞ്ഞിട്ട് വിജയ്യുടെ സെക്യൂരിറ്റിയാണ് സ്കൂളിനുള്ളിൽ പോയി ജെയ്സണെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോഴാണ് ഒരു ദിവസം വിജയ്യുടെ വലിയ ആരാധകനായ ജെമിനി മണി എങ്ങനെയെങ്കിലും വിജയിനെ ഒരു തവണയെങ്കിലും കാണണം എന്ന് വിചാരിച്ച് സെക്യൂരിറ്റിക്കു പകരം ജെയ്സനെ ജെമിനി മണി എടുത്ത് നടന്നു നീങ്ങുകയായിരുന്നു. ജെയ്സൺ സഞ്ജയ് ആണെങ്കിലോ എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്യുന്നു എന്നു വിചാരിച്ചിട്ട് കയ്യിലുള്ള ബാഗെല്ലാം വലിച്ചെറിഞ്ഞ് കുതറി ഓടാൻ ശ്രമിക്കുകയായിരുന്നു. ജെയ്സന്റെ അടുത്തു നിന്നും ജെമിനി മണിക്ക് നല്ല ചവിട്ടും അടിയും ഇടിയും കിട്ടിയെന്നാണ് വളരെ കോമഡിയായി ജെമിനി മണി പറയുന്നത്. എന്തായാലും വിജയിനെ ഒരു തവണയെങ്കിലും കാണണം എന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സന്ദർഭത്തിൽ എന്നാണ് ജെമിനി മണി പറയുന്നത്. അപ്പോഴേക്കും വിജയ് എന്തോ പന്തികേടു തോന്നി ജെമിനി മണിക്ക് അരികിൽ കാർ വേഗത്തിൽ കൊണ്ടുപോയി ഡോർ തുറക്കുകയും ചെയ്തിരുന്നുവത്രേ. ഒരു തവണയെങ്കിലും കാണണമെന്ന ആഗ്രഹത്താലാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് ജെമിനി മണി പറഞ്ഞപ്പോൾ വിജയ് പുഞ്ചിരിയോടെ മകനെയും എടുത്ത് കാറിൽ പോകുകയാണുണ്ടായത്.
അതിനുശേഷം ഒരുപാടു വർഷങ്ങൾ കഴിഞ്ഞ് നിന്നെ ഞാനാണ് കിഡ്നാപ്പ് ചെയ്തത് ഓർമ്മയുണ്ടോ എന്ന് ജെയ്സനോട് ജെമിനി മണി ചോദിച്ചപ്പോൾ ജെയ്സൺ അത് കേട്ട് ആശ്ചര്യപ്പെടുകയാണുണ്ടായത്. ഓ, നിങ്ങളാണോ അത്? എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട് എന്നു പറഞ്ഞ് സംസാരിച്ച് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാകുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ജെയ്സൺ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിലും ജെമിനി മണിയെയും ഉൾപ്പെടുത്തുമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജെയ്സൺ പോകുന്ന എല്ലാ പ്രൊജക്റ്റിനും ജെമിനി മണിയെയും കൂടെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്തിരിക്കട്ടെ, ഇക്കാര്യത്തെ ജെയ്സൺ ജെമിനി മണിയുടെ മകനോട് വളരെ തമാശ രൂപേണ പറയുന്ന വീഡിയോയാണ് നമ്മൾ കണ്ടത്. സംഗീതയും വിജയും ഒരു സൈഡിൽ വിവാഹമോചനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ എത്ര സ്നേഹത്തോടെയാണ് അച്ഛനെപ്പറ്റി സംസാരിക്കുന്നത് എന്നാണ് ഈ വീഡിയോ കണ്ട പലരും സംസാരിക്കുന്നത്. ജെയ്സൺ സഞ്ജയിൻ്റെ ഡയറക്ഷനിൽ പുറത്തു വരാനിരിക്കുന്ന ആദ്യത്തെ സിനിമ സിഗ്മ ജൂലൈ 31 തിയേറ്ററിൽ റിലീസാകുന്നു. അതിനു മുമ്പ് ഓഡിയോ ലോഞ്ച്, പ്രീ റിലീസ് ഈവൻ്റ്, അങ്ങനെ നിറയെ ഈവൻ്റ് നടക്കാൻ പോകുന്നു. ഈ സമയത്തെങ്കിലും ഉറപ്പായിട്ടും CM വിജയനെ സഞ്ജയ് മീറ്റ് ചെയ്യുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വാർത്തകൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.